എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയവീട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ സപ്ലിമെന്ററി എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക. ജനുവരി 6-നാണ് പരീക്ഷ തുടങ്ങുന്നത്. വിശദമായ വാർത്തയിൽ തന്നെ നടക്കാം. ആദ്യമായിട്ട് ഇഷ്ടം കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്ക് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ തീർച്ചയായും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിൽ നടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. പല വിദ്യാർത്ഥികൾ പറയുന്നു, ഞാൻ പല ആവർത്തിയായി ഈ പരീക്ഷ എന്ന് എഴുതുന്നു. ഈ ഒരു സെമസ്റ്ററിൽ മാത്രമേ എനിക്ക് സപ്ലി ഉള്ളൂ. ഈ ഇത് ഒന്നാം സെമസ്റ്ററിൻ്റെ കേസ് മാത്രമല്ല, ഏതൊരു സെമസ്റ്ററിൻ്റെ കേസ് എടുത്താലും ഇപ്പോൾ 1 മുതൽ 6 സെമസ്റ്റർ വരെ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ബാധകമാണ്. നിങ്ങൾക്കും അത് ചെയ്ത് നോക്കാം. ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ കാര്യം നടക്കുകയുള്ളൂ എന്നല്ല, എല്ലാവർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും വിദ്യാർത്ഥികൾ പറഞ്ഞത്, ഞാൻ കുറേ തവണയായി ഈ പരീക്ഷ എഴുതുന്നു, എന്നിട്ടും വീണ്ടും വീണ്ടും എനിക്ക് സപ്ലിമെൻ്ററി വരികയാണ്. എന്താണ് ചെയ്യേണ്ടത്? പാസ്സാകാൻ എന്തെങ്കിലും കോംവഴി എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും വിദ്യാർത്ഥികൾ പറയുന്നത്, യു മസ്റ്റ് ചെക്ക് യുവർ സ്റ്റുഡൻറ്റ് പോർട്ടൽ. നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ പല സ്റ്റുഡൻറ്റ് പോർട്ടലിനെ കുറിച്ച് തവണ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോഴുള്ള സ്റ്റാറ്റസ് ഫെയിൽ എന്നാണെങ്കിലും ചില വിദ്യാർത്ഥികൾക്കൊക്കെ ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുമ്പോൾ പാസ് എന്ന് കാണിക്കാറുണ്ട്. പല വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, മോഡറേഷൻ ഉണ്ടോ എന്ന്. ഇല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വർഷം 2 വർഷമൊക്കെ ആയിട്ട് ഇപ്പോൾ മോഡറേഷൻ നിർത്തിയിട്ടുണ്ട്. മോഡറേഷൻ കൊടുക്കുന്നില്ല. പക്ഷേ ജനറൽ മോഡറേഷൻ വഴി പല വിദ്യാർത്ഥികളും ഇങ്ങനെ പാസ്സാകുന്നുണ്ട്. എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇക്കാര്യം പോസിബിൾ ആണെന്ന് വെച്ചാൽ നോ എന്ന് തന്നെയാണ് ആൻസർ. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും തോറ്റ എല്ലാ വിദ്യാർത്ഥികളും ജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് നോ എന്നാണ് ആൻസർ. എന്നാൽ ചില വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാറുണ്ട്? റിസൾട്ട് വരുമ്പോൾ ഫെയിൽ എന്ന സ്റ്റാറ്റസ് കാണിക്കുകയും അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ പാസ് എന്ന് കാണിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടെ എന്താണ് ശ്രദ്ധിക്കുന്നത്? ചിലപ്പോൾ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ പല വിദ്യാർത്ഥികളും പറഞ്ഞു, ഞാൻ പല ആവർത്തിയായി പരീക്ഷ എഴുതുന്നു, പല ടൈമുകളിലായി പരീക്ഷ എഴുതുന്നു, എന്നിട്ട് വീണ്ടും വീണ്ടും എനിക്ക് സപ്ലി വരികയാണ്. തീർച്ചയായും നിങ്ങളോട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാം സെമസ്റ്ററിൽ മാത്രമേ ഒരു വിഷയത്തിനെ സപ്ലി ഉള്ളൂ, ബാക്കി എല്ലാ സെമസ്റ്ററും ക്ലിയറായി. ഈ പേപ്പർ എത്ര തലകുത്തി നിന്നിട്ടും ഈ പേപ്പർ കിട്ടുന്നില്ല, വീണ്ടും വീണ്ടും സപ്ലി വരികയാണ്. നിങ്ങളൊന്ന് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലേക്ക് പോകാൻ സാധിക്കും. ചിലപ്പോൾ ഈ ഒരു ഒന്നാം സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ ഒരു പേപ്പർ മാത്രം ഇങ്ങനെ തഴഞ്ഞു കിടക്കപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി എന്ന സർട്ടിഫിക്കറ്റ് അവിടെ പെൻഡിങ്ങിൽ നിന്ന് കിടക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക സ്റ്റുഡൻറ്റ് പോർട്ടലിൽ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ചിലപ്പോൾ ഒരു കോംവഴി കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പാസ് എന്നാണെങ്കിൽ ഒരു 2-3 വട്ടം സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വീണ്ടും ചെക്ക് ചെയ്യുക. വീണ്ടും വീണ്ടും സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പാസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം സപ്ലി എഴുതാതെ തന്നെ ജയിച്ചു പോകാൻ സാധിക്കും. നമ്മളിപ്പോൾ സപ്ലിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത പണം പോകും, പക്ഷേ ആ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ആ റിസൾട്ട് പാസ്സായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ സപ്ലിയുടെ പണം പോകുന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലേക്ക് പെട്ടെന്നുള്ള കോംവഴി ആവുകയും ചെയ്യും. പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നമ്മൾ പറഞ്ഞതും. എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഈ കാര്യം പോസിബിൾ അല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഞാൻ ശരിയാണ്, എല്ലാ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഇങ്ങനെ പോസിബിൾ ആവില്ല. പക്ഷേ ചിലരുടെ കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. തീർച്ചയായും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്യുന്നതിന് മുടക്കൊന്നുമില്ല. അപ്പോൾ പുതിയ കാണുന്നവരെ സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ.